ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം US ഫെഡിൻ്റെ റേറ്റ് ഡിസിഷനും വന്നിട്ടുണ്ട്. ഇന്നലെ 0.25% നിരക്കിൽ റേറ്റ് കട്ട് ചെയ്യാനായിട്ടാണ് US ഫെഡ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെയാണ് ഇത് പൊതുവെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ NVIDIA വീണ്ടും മുന്നേറുകയാണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.63 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഈ ലെവലിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റിസൾട്ടിന് ശേഷം $4 ട്രില്യൺ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം എലോൺ മസ്കിൻ്റെ ടെസ്ലയും നല്ല രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. ടെസ്ലയുടെ ടാർഗറ്റ് പ്രൈസൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് $350 പെർ ഷെയർ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അറൗണ്ട് $298 പെർ ഷെയറിലാണ് ട്രേഡ് ചെയ്യുന്നത്. US ഗവൺമെൻറ് ഒരു പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ടെക്നോളജി അഡ്വൈസറായിട്ട് എലോൺ മസ്കിനെ അപ്പോയിൻ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പൊതുവെ ട്രംപിൻ്റെ വിക്ടറി ടെക്നോളജിക്കും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ്. ലോവർ ലെവലിലാണ് നിഫ്റ്റിയും സെൻസസൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പല ഡിസിഷൻസും ഒരുപക്ഷെ എമർജിംഗ് മാർക്കറ്റുകൾക്ക് ദോഷകരമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും റിക്കവർ ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $2,707 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ്. ഒപ്പം ഇന്നലെ ഏറ്റവും കൂടുതൽ റിക്കവറി നടത്തിയിട്ടുള്ള അലുമിനിയം കോപ്പർ കമോഡിറ്റികളാണ്. അലുമിനിയം അറൗണ്ട് 4.5% ആണ് ഇന്നലെ മുന്നേറിയത്. അതുപോലെ തന്നെ കോപ്പറും ഇന്നലെ അറൗണ്ട് 2 to 3% മുന്നേറിയിട്ടുണ്ട്. ചൈനീസ് സ്റ്റിമുലസ് ഹോപ്പുകളാണ് കമോഡിറ്റി പ്രൈസിൽ വീണ്ടും വലിയ രീതിയിലുള്ള ബയ്യിങ്ങിന് കാരണമാക്കിയിട്ടുള്ളത്. ഇന്നൊരു പക്ഷേ ചൈനീസ് ഗവൺമെൻറ് സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റ് നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് മെറ്റൽ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഈ ആഴ്ചയിൽ മാത്രം ഈ അനൗൺസ്മെൻറ്റിൻ്റെ ഹോപ്പിൽ 6.9% ചൈനീസ് മാർക്കറ്റുകൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപത്തെ ആഴ്ചയിലും 3% റിക്കവർ ചെയ്തിരുന്നു. അപ്പോൾ പൊതുവെ ഒരു ഹോപ്പാണുള്ളത് ചൈനീസ് സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റുകളെ കുറിച്ച്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ 8 ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷൻ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. വേദാന്ത, അതുപോലെ തന്നെ ഓയിൽ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സിങ്ക് ഒക്കെയാണ് ലിസ്റ്റഡ് സ്പേസിൽ നിന്ന് ഈ ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷനിൽ ഫോസ്ഫറൈറ്റ്, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ്, വനേഡിയം മൈൻസ് ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കമ്പനികളെ സംബന്ധിച്ച് ലോങ് ടൈമിൽ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലെ പെർഫോമൻസ് ഒക്ടോബർ നോക്കുകയാണെങ്കിൽ എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും താഴെയാണ്. പല മ്യൂച്വൽ ഫണ്ടുകളുടെയും NAV 12% വരെയൊക്കെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ SIBയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയും ഫർദർ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും SIB എമൗണ്ടൊക്കെ കൂട്ടുന്നത് നന്നായിരിക്കും. ലോവർ ലെവലിൽ കൂടുതൽ യൂണിറ്റുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഒപ്പം സ്മാർട്ട് ഫോൺ മാർക്കറ്റ് രംഗത്ത് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റ് ആയിരിക്കുകയാണ്. യൂണിറ്റ് ബേസ്ഡ്, വാല്യൂ ബേസ്ഡും തേർഡ് ലാർജസ്റ്റ് ആണ്. ഫസ്റ്റ് നിൽക്കുന്നത് ചൈനയാണ്. ഇപ്പോൾ നമ്മളാണ് യൂണിറ്റ് ബേസിൽ സെക്കൻഡായിട്ട് നിൽക്കുന്നത്. അമേരിക്കയാണ് തേർഡായിട്ട് നിൽക്കുന്നത്. ഇന്നലത്തെ Q2 റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹോട്ടൽസ് എക്സലൻ്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ മറ്റു സ്റ്റോക്കുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കുമിൻസ് ഇന്ത്യ, ഇമാമി, ഇതൊക്കെ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളാണ്. അതോടൊപ്പം തന്നെ RVNലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു റിസൾട്ട്. ഒപ്പം നമ്മൾ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ആസാദ് എഞ്ചിനീയേഴ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഉള്ള ന്യൂ ജനറേഷൻ കമ്പനിയാണ്. മിത്സുബിഷി ജപ്പാനിൽ നിന്ന് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. KP എനർജി ലിമിറ്റഡ്
KP ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. വിൻഡ് പവർ അതുപോലെ തന്നെ സോളാർ പവർ ഇൻസ്റ്റലേഷനൊക്കെ നടത്തുന്ന ഈ കമ്പനിയാണ്. എക്സലൻറ്റ് Q2 റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നുമോറ ജാപ്പനീസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. CG പവറിൻ്റെ ടാർഗറ്റ് 970 ആക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ GE&T ടാർഗറ്റ് 2500 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ആണ് അതാത് സ്റ്റോക്കുകൾക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ പവർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പവർ ട്രാൻസ്മിഷൻ രംഗത്ത് വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് 2032 കൂടിയിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ന്യൂസാണ്. തീർച്ചയായിട്ടും ഇത് പവർ ട്രാൻസ്മിഷൻ കമ്പനികളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഗവൺമെൻറ് ഡെഡിക്കേറ്റഡ് ഗ്രിഡൊക്കെയാണ്, പവർ ഗ്രിഡുകളൊക്കെയാണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിനും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അഡാനി ന്യൂ എനർജി സൊല്യൂഷൻസ്, അതുപോലെ തന്നെ പവർ ഗ്രിഡ്, അതുപോലെ തന്നെ സ്കിപ്പർ ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. ഇന്ന് Q2 റിസൾട്ടുകളുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്, വേദാന്ത, അശോക് ലേലൻ്റെ, MRF ഒക്കെയാണ് പ്രമുഖ കമ്പനികൾ. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഉണ്ടാവാം. ചൈനീസ് സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ മെറ്റൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അലുമിനിയം, കോപ്പർ, അതുപോലെ തന്നെ അയൺ ഓർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നവംബർ 16, നവംബർ 17 തീയതികളിൽ ഷെയർ വെൽത്ത് അതുപോലെ തന്നെ NISത്തിൻ്റെ ഫാക്കൽറ്റിയും ചേർന്നിട്ട് കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോടും ടെക്നിക്കൽ അനാലിസിസ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ ടെക്നിക്കൽ അനാലിസിസ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് സെലക്ഷൻ നടത്താൻ പറ്റുക, എങ്ങനെയാണ് AI സ്റ്റോക്ക് മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ടൂളുകളിൽ AIയുടെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം. ഇത് ടെക്നിക്കൽ അനാലിസിസ് വർക്ക്ഷോപ്പും AI ഇമ്പാക്റ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു സെഷനാണ്. തീർച്ചയായിട്ടും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വളരെ പ്രോമിസിങ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. നമ്മൾ തൃശ്ശൂർ നടത്തിയപ്പോഴും അറൗണ്ട് 100 ഇൻവെസ്റ്റേഴ്സ് പങ്കെടുത്തിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള. ഇൻവെസ്റ്റേഴ്സിനെല്ലാം തന്നെ ധാരാളം നോളജും കിട്ടിയൊരു സെഷനായിരുന്നു. അപ്പോൾ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് കൊച്ചിയിൽ നടക്കുന്ന നവംബർ 16 തീയതിയിലത്തെ ഈ വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ നവംബർ 17 കാലിക്കറ്റ് ഡിമോറയിലാണ്, ഹോട്ടൽ ഡിമോറയിലാണ് 9 to 6 ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.